ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് അവിടെയുള്ള ഹൗസ്മേറ്റ്സിനോട് ആരോടെങ്കിലും സോറിയും നന്ദിയും പറയുവാനുണ്ടെങ്കിൽ അത് പറയുവാനുള്ള ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് ഒരുക്കി കൊടുത്തിരുന്നത്. ആദിലയുടെ ടേൺ വന്നപ്പോൾ ആദില ആര്യനോട് സോറി പറയുകയും അനുമോളോട് നന്ദി പറയുകയും ചെയ്തു. ആദില ആര്യനോട് സോറി പറയുവാനുള്ള കാരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ആര്യൻ എപ്പോഴും ഡബിൾ മീനിങ് ജോക്സ് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യത്തിൽ ഞാനും ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെ ആര്യന്റെ ആ വൈബ് എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകും. എന്നാൽ മറ്റുള്ള ഹൗസ്മേറ്റ്സ് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വൾഗറാക്കിയിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ അവന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഞാൻ അവനെ വളരെ തെറ്റിദ്ധരിച്ച ഒരു നിമിഷമുണ്ടായിരുന്നു. ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ അവൻ നൂറയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ഞാൻ കരുതി. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സംസാരങ്ങൾ ഞാനും നൂറയും അനുമോളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് പിന്നീടാണ് അതിന്റെ സത്യാവസ്ഥയെല്ലാം മനസ്സിലായത്. അതിന് ഞാൻ നിന്നോട് സോറി പറയുന്നു എന്നായിരുന്നു ആര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോളോട് ഒരു നന്ദി പറച്ചിലായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അതും ഒരു ഒന്നൊന്നര നന്ദി പറച്ചിൽ. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അനുമോളെക്കുറിച്ച് ആദില പറഞ്ഞുകൊണ്ടിരുന്നത്. സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. ഇത് കേട്ടപ്പോൾ ഹൗസ്മേറ്റ്സ് എല്ലാവരും അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി, നല്ല കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുമോളെ കളിയാക്കിക്കൊണ്ടുള്ള താങ്ക്സ് പറച്ചിലായിരുന്നു. ഈ സെൽഫ് റെസ്പെക്ട് എന്താണ് പഠിപ്പിച്ചു തന്നത് എന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോൾക്ക് പൊതുവെ ആരെങ്കിലും അനുമോളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അടുത്ത് പോയി ഒരു സോറി പറച്ചിൽ ഞാൻ തീരെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആദില എടുത്തു പറഞ്ഞു. ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. പലപ്പോഴും അനുമോളുടെ പിന്നാലെയാണ് നടന്ന് ഞങ്ങൾ സോറി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും അനുമോൾ എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സെൽഫ് റെസ്പെക്ട് എന്താണ് എന്നുള്ളത്. ഞാൻ എന്റെ റെസ്പെക്ട് വിട്ട് അവളുടെ പിന്നാലെ പട്ടിയെ പോലെ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ എങ്ങനെ ഒരാളെ ഈസിലി മാനിപ്പുലേറ്റഡ് ചെയ്യുവാൻ പറ്റും എന്നുള്ളത് അവൾ എന്നെ പഠിപ്പിച്ചു തന്നു. ആക്ടിങ് വളരെ സിമ്പിൾ ആണ് എന്നുള്ളതും അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അനുമോൾ ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അത് പുറത്തു പോയാൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതെല്ലാം പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരുപാട് നന്ദിയാണ് എനിക്ക് അനുമോളോടുള്ളത്. ഒരു ഗെയിമിന്റെ ഭാഗമായി ഇന്നലെ അവൾ മിണ്ടാൻ കാണിച്ച അവളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നിങ്ങനെ അനുമോളെ കളിയാക്കിക്കൊണ്ടുള്ള നന്ദി പ്രകടനമായിരുന്നു ആദില കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ ഒരൊറ്റ നന്ദി പ്രകടനം കൊണ്ട് ആദിലയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും കൈയടിച്ചു. എന്നാൽ ഇതിൽ ഏറ്റവും വിഷമം ഷാനവാസിനായിരുന്നു. ഷാനവാസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഇന്നലെ 3 പേരെ കൊണ്ടും ഇരുത്തി സംസാരിപ്പിച്ച് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ആക്കിയതായിരുന്നു. എന്നാൽ ഇന്നും അവർ ഈ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ആകെ വഷളാക്കിയിരിക്കുകയാണ്. എന്തായാലും ഫ്രണ്ട്സുകൾ തമ്മിൽ വീണ്ടും അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.